ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SajuS TastelanD. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സൂപ്പർ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ഔഷധ സസ്യം പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചെടി എന്ന് പറയുന്നത്. ഇതിനെ കൊടിത്തൂവ അല്ലെങ്കിൽ വേറൊരു പേരുകൂടി ഉണ്ട്, ചൊറിയണം എന്നൊക്കെ പേരുണ്ട് ഇതിന്. ഇനി വേറെ പേരുണ്ടോ എന്തോ എന്നറിഞ്ഞൂടാ. എന്തായാലും ഇതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിത് എങ്ങനെയാണ് പറിച്ചെടുക്കേണ്ടതെന്ന് നോക്കേണ്ടതാണ്. അതായത് ഇത് പറിച്ചെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈ പുറകുവശം നമ്മുടെ സ്കിന്നിൽ തട്ടാതിരിക്കാൻ നോക്കണം. ഇങ്ങനെ പുറകുവശത്ത് നമ്മുടെ കയ്യിലൊക്കെ തട്ടുമ്പോൾ ചിലപ്പോൾ ചൊറിയും. അപ്പോൾ അങ്ങനെ തട്ടാതെ പറിച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ നുള്ളിയെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ ചൊറിച്ചിൽ കുറച്ചൊന്ന് കുറയും. ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ 3-4 പ്രാവശ്യം പച്ചവെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിച്ചിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇതുപോലെയുള്ള കുറച്ച് തണ്ടുകളൊക്കെ മാറ്റി വെക്കാം കേട്ടോ. ഇതിൻ്റെ ചെറിയ തണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മൂക്കാത്തതൊക്കെ ആണെങ്കിൽ ഞാനതൊന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഞാനെടുത്ത വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ തൂവ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടിത്തൂവയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാലും നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആവശ്യമുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ചെടി എന്ന് പറയുന്നത്. ഇത് നമുക്ക് തലവേദനയ്ക്ക്, മൈഗ്രെയിൻ പോലുള്ള തലവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല കൊളസ്ട്രോളിന്, മാത്രമല്ല നമ്മുടെ തലയിൽ താരന് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ പറമ്പിലൊക്കെ ഇത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വെറുതെ പറിച്ച് കളയേണ്ടായിട്ട് നമുക്ക് കുറച്ചുള്ളെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് താളിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കുറേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പല കറികൾ ഉണ്ടാക്കാം. അതുകൊണ്ട് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. തോരനായിട്ട് ഉണ്ടാക്കാം, പരിപ്പിട്ട് കറിയായിട്ട് ഒഴിച്ച് കറിയായിട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ വെറുതെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് കുറച്ച് കാന്താരി മുളക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് താളിപ്പ് കറിയിലൊക്കെ കാന്താരി മുളകൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതിയാവും. ഈ കൊടിത്തൂവ നമുക്ക് എങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ തോരനൊക്കെ വെക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ കുറേ വേണം, അല്ലെങ്കിൽ വളരെ ഇത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതിനൊരു പാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ തോരനൊക്കെ വെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടണ്ടേ. അപ്പോൾ വളരെ കൂടുതലുണ്ടെങ്കിലേ അതിനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ചെടിച്ചട്ടിയിലോ അതുപോലെ ചെടിയുടെ ഇടയിൽ കൂടിയൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ പുല്ല് പറിച്ച് കളയുമ്പോൾ ഞാനതൊന്നും കളയാറില്ല. ഇത് ചെടി അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്യാറുള്ളത്. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാനിത് ഒരുപാട് നാൾ മുമ്പ് ഞാനിത് ഉണ്ടാക്കിയിട്ട് ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇവിടെ നോക്കുമ്പോൾ മത്തൻ്റെ ഇല കിട്ടിയത്, ഇതെന്താ കുമ്പളത്തിൻ്റെ ഇലയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതൊന്നും അല്ല സംഭവം. ഞാൻ പറഞ്ഞു ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയേ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പറഞ്ഞു കൊടുത്തത്. പുള്ളിക്കാരനെ അറിയായിരുന്നില്ല കേട്ടോ ഇങ്ങനൊരു സംഭവം കൊണ്ട് ഇതുപോലെയൊക്കെ കറി ഉണ്ടാക്കുമെന്നൊന്നും അറിയായിരുന്നില്ല. ഏകദേശം നമ്മൾ ഈ മത്തൻ്റെ ഇല അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ താളിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. ഇത് കുറച്ചധികം നേരം തിളയ്ക്കണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് എത്രത്തോളം തിളയ്ക്കുന്നോ, എത്രത്തോളം വേവുന്നോ അത്രയും ഇതിന് സോഫ്റ്റ്നെസ് കൂടി വരികയുള്ളൂ. ഈ ഇല നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഏകദേശമൊക്കെ തിളച്ച് തുടങ്ങിയല്ല, ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഇല കണ്ടല്ലേ, നന്നായിട്ട് നല്ലൊരു തിളക്കമൊക്കെ തോന്നുന്നുണ്ടല്ലേ. നമുക്കിത് ഇതിൻ്റെ ചാറ് നോക്കിയാലോ. കണ്ടോ, കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഇലയിലുള്ള ഗുണങ്ങളെല്ലാം നമ്മുടെ ഈ കറിയിലേക്ക് ഇറങ്ങി എന്നാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താ ജസ്റ്റ് ഒന്ന് കളർ മാറി ചെറിയ പച്ച കളറൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ ഇല എങ്ങനെയായിട്ടുണ്ടെന്ന്. അത് നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നും. കണ്ടില്ലേ, ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് അറിയട്ടെ നമ്മുടെ ഇങ്ങനെയുള്ള ഈ സസ്യം കൊണ്ടൊക്കെ നമുക്ക് ചെടി കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്.
പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു. ബൈ.